അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ദിനം പ്രതി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കൂലേ. അപ്പോൾ ഞാനൊരു അർത്ഥം ആദ്യം പറയാം കേട്ടോ. ബാക്കി ഞാൻ ലാസ്റ്റ് അത് ഏത് ദിക്റിൻ്റെ അർത്ഥമാണെന്നുള്ളത് ഞാൻ അവസാനത്ത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ അർത്ഥം അറിയുന്നുണ്ടെങ്കിൽ, ഈ അർത്ഥത്തിൻ്റെ അറബി നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് അള്ളാഹു മതി, അവനാണ് ഏറ്റവും നല്ല കാര്യനിർവാഹകൻ. ഇത് ഒരു ദിക്റിൻ്റെ, ഒരു ആയത്തിൻ്റെ, ഒരു പ്രാർത്ഥനയുടെ അർത്ഥമാണ്. അപ്പോൾ ഇതിൻ്റെ അറബി നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ അവസാനത്തിലാണ് ഏതാണ് ആ ദിക്റ്, ഏതാണ് ആ പ്രാർത്ഥന എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തുടക്കം നമ്മൾ കാണുമ്പോൾ നമുക്കറിയുമല്ലോ എന്താണ് ഈ പറയണത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയണത് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് പൂവണിയാനുള്ള ഒരു ഇസ്ലാമിക ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതീവ പ്രയാസകരമായ സാഹചര്യത്തിൽ അള്ളാഹുവിൽ പൂർണ്ണമായി ആശ്രയിച്ച് പറഞ്ഞ ദുആയും പിന്നീട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളും ഈ വാക്കുകൾ പറഞ്ഞതായി ഇസ്ലാമിക പാരമ്പര്യത്തിൽ വിവരിക്കപ്പെടുന്നു. പല ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ് ആ ദിക്റ്, ഏതാണ് ആ പ്രാർത്ഥന എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, ഭയം തോന്നുമ്പോൾ, അനീതി നേരിടുമ്പോൾ, മനസ്സ് തളരുമ്പോൾ അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസത്തോടെ ഇത് ചൊല്ലുക. പക്ഷേ ഓർക്കുക, ദുആ ചൊല്ലുന്നതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ശ്രമങ്ങളും തുടരണം. നമ്മൾ എന്താണോ അതിന് കരുതിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ തുടരണം. അള്ളാഹുവിൽ ആശ്രയിക്കുകയും ശരിയായ മാർഗത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിൻ്റെ പഠനം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എളുപ്പമാക്കി തരട്ടെ. അപ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന ഒരു പ്രയാസമാണെങ്കിലും, ഒരു ബുദ്ധിമുട്ടാണെങ്കിലും, ഇടങ്ങേറാണെങ്കിലൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അതിൽ നിന്ന് നമുക്ക് ജീവിത വിജയം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ദിക്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഈ ഒരു ദിക്റും നല്ലൊരു ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധം അറിയണോലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഒരുപാട് എല്ലാവർക്കും അറിയേണ്ടത് തന്നെയാണ്. അപ്പോൾ ആ ദിക്റാണ്, ആ ഒരു ആയത്താണ്, ആ ഒരു പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അതാണ് ആ പ്രാർത്ഥന. ഞങ്ങൾക്ക് അല്ലാഹു മതി, അവനാണ് ഏറ്റവും നല്ല കാര്യനിർവാഹകൻ. ഈ ഒരു പ്രാർത്ഥന 750 പ്രാവശ്യം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ആവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് നിറവേറ്റി തരും. നല്ല നിയ്യത്തോടു കൂടി ഒറ്റയിരുപ്പിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. തുടക്കത്തിലും അവസാനത്തിലും ഹംദും സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. ഉറപ്പായിട്ടും നമ്മുടെ ആ ആഗ്രഹം, ആ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കി തരും. ഒരുപാട് സമയമൊന്നും വേണ്ട. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ ഏറ്റവും നല്ലത് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം, അല്ലെങ്കിൽ സുബ്ഹ് നിസ്കാരത്തിന് മുമ്പ്, തഹജ്ജുദിന് ശേഷം, ഈ 3 സമയങ്ങളിൽ ഇത് വളരെയധികം പവർഫുള്ളാണ്. ഇത് ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിരിക്കണം. അപ്പം നിങ്ങൾക്കും ഫലം കിട്ടും. എന്തുദ്ദേശം ഉണ്ടെങ്കിലും ചൊല്ലിക്കോളി, ഫലം ഉറപ്പാണ്. നമ്മൾ ചെയ്യണ അമൽ നല്ല നിയ്യത്തോടു കൂടി ചെയ്യുക. ആർക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ നമ്മൾ അതുപോലൊന്നും നമ്മൾ ചെയ്യൂല അല്ലേ.
അപ്പോൾ നമുക്കൊക്കെ അറിയാം ആഗ്രഹങ്ങൾ പൂർത്തിയാവാൻ 4444 പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക. ആരെങ്കിലും അങ്ങനെ ചൊല്ലിയിട്ടുണ്ടോ? അങ്ങനെ ചൊല്ലിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ അധികം ആൾക്കാരും ഇങ്ങനെ കേട്ട് പോകുള്ളൂ, അതനുസരിച്ച് പ്രവർത്തിക്കൂല. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് പ്രവർത്തിക്കാം. എല്ലാവരും പരസ്പരം ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.